കല്യാണം കഴിഞ്ഞിട്ടുള്ള മദർ ഇൻ ലോ ഫാദർ ഇൻ ലോയുടെ ഇൻവോൾവ്മെന്റ് ഇൻലോസ് എന്ന് ഞങ്ങൾ ഇവിടെ പറയുന്നത് പല ദാമ്പത്യ ജീവിതത്തിൽ ഫാദർ ഇൻ ലോ ആണെങ്കിൽ മറ്റതിൽ മദർ ഇൻ ലോ ആണ്. അപ്പം ആസ് കൗൺസിലേഴ്സ് നമ്മളിവിടെ ശ്രദ്ധാ കൗൺസിലിംഗിൽ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഹസ്ബൻഡ് വൈഫുമാണ് കൗൺസിലിങ്ങിന് വരുന്നത്, പക്ഷെ അവരുടെ ഒപ്പം ഇവരും ഉണ്ടാവും. അവരെക്കാട്ടിക്കുള്ള അഭിപ്രായം പറയുന്നത് ഇവരായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ അതിൻ്റെ ഒരു അതിര് കടന്ന് എന്തുകൊണ്ടാണ് ഇൻലോസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നത്? മെയിൻ 4 കോസസ് എന്തൊക്കെയാണ്? ഇവിടെ ഇൻലോസിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു മാരേജ് വരെ ഒരു ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ ഒരു അച്ഛൻ, അമ്മ, കുട്ടികൾ എന്ന് പറയുന്ന രീതിയിലായിരിക്കും. അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നാലും എന്ത് പ്രോബ്ലം സോൾവിങ് ആയിരുന്നാലും ഇവരായിരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു അവിടെ മാറുകയാണ്, നമ്മുടെ സിറ്റുവേഷൻ എല്ലാം മാറുകയാണ്, പുതിയൊരാൾ വരികയാണ്, ഒരു പുതിയ പ്രോബ്ലം വരികയാണ്. സോ അവിടെയും അവരുദ്ദേശിക്കുന്ന, കാരണം ഞാൻ കഴിഞ്ഞ ഇത്ര നാളുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ എടുത്താൽ മാത്രമേ അതൊരു റൈറ്റ് വേയിലേക്ക് പോവുള്ളൂ എന്നൊരു ഇവർക്കൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ഹസ്ബൻഡിനെ സോക്കോൾഡ് ഈ കുട്ടിയെ ഹസ്ബൻഡ് വൈഫും ആകാം വളർത്തിയതെല്ലാം അവരായിരിക്കുമ്പോൾ ഞാൻ ചെയ്താൽ മാത്രമേ ഇതിന്റെ ഒരു ഡിസിഷൻ കറക്റ്റ് ആകൂ എന്നുള്ളൊരു ഫീലിംഗ്. അപ്പം ഇങ്ങോട്ട് വരുന്ന ഒരാൾ പുതിയൊരാളല്ലേ വരുന്നത്, എങ്ങനെ അവർക്ക് തീരുമാനിക്കാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ്. ഓക്കെ, നമ്പർ 2 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ തീരുമാനിച്ചാലും ശരി, അവിടെ ഞാൻ പോകുന്ന വഴിയിലൂടെ പോയാൽ മാത്രമേ ഒരു റൈറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ആ ഒരു സൊല്യൂഷന്റെ ലാസ്റ്റ് വാക്ക് ഞാനാണ് എന്നുള്ള ഒരു തോന്നൽ. ഞാൻ പറയുന്നത് ഇവിടെ മദറിനോ ഫാദറിനോ അല്ല കേട്ടോ, ഇൻലോസിന്റെ പൊതുവേ നമ്മൾ ഇവിടെ കണ്ടുവരുന്ന, നമുക്ക് ഇവിടെ കൗൺസിലിംഗിന് വരുന്ന മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്ന. പിന്നെ നമ്പർ 3 സിംഗിൾ പാരന്റിംഗും ഇവിടെ ഒരു വലിയ ഘടകമാണ് അല്ലെ. ഫാദർ ഓർ മദർ ഒറ്റയ്ക്ക് വളർത്തുമ്പോൾ അവരുടെ ആ ഒരു ഡോമിനൻസ് ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഒരു ലൈഫിനെയും സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇത് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കേസ്, വൈഫ് പറഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞെങ്കിൽ എന്താ എവറി ഡേ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം, മോൻ രാവിലെ എന്ത് കഴിച്ചു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, എന്ത് സംസാരിച്ചു, എന്ത് പറഞ്ഞു, നിങ്ങൾ എവിടെ പോകുന്നു, ഈവൻ ലൊക്കേഷൻ വരെ ഷെയർ ചെയ്യേണ്ട അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു. ഒരു കേസല്ല, വളരെയധികം കേസുകളാണ്. ഇപ്പൊ ടൈം ഗ്യാപ്പ് ഒക്കെ ആണെങ്കിൽ അവർ ലേറ്റ് നൈറ്റ് വരെ അവിടെ വെയിറ്റ് ചെയ്യും. പറയാം അമ്മയ്ക്ക് പ്രായമല്ല, അമ്മ കിടന്നു, ഇല്ല എന്തൊക്കെയാ നടന്നത്, ഫുൾ ഡേയുടെ കാര്യങ്ങൾ എന്നോട് പറയൂ. ഇങ്ങനെ വരുന്ന കേസുകൾ വളരെ കറക്റ്റ് ആണ്. നൗ ഇനിയിപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ആസ് കപ്പിൾ, എന്തായാലും നമുക്ക് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത്രയും നാൾ നീ എന്നോട് നിന്നിട്ട് പെട്ടെന്ന് ഒരാൾ വന്നപ്പോൾ കണ്ടോ അവൻ്റെ ഒരു മാറ്റം, കണ്ടോ അവളുടെ ഒരു മാറ്റം, ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ? വാട്ട് ക്യാൻ ബി ഡൺ പറയാം. നമ്മൾ ഒരു ഫാമിലി സിസ്റ്റം എന്നുള്ള രീതിയിൽ പോകുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും എങ്കിലും പറയാണ്, ഒരു ഫാമിലി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, പിന്നെ അവർക്കുണ്ടാവുന്ന കുട്ടികൾ, അതാണ് ഒരു സർക്കിൾ. അതില് ആര് വന്നാലും, ഇപ്പൊ ഹസ്ബൻഡിന്റെ അമ്മയോ അച്ഛനോ, അതല്ലെങ്കിൽ വൈഫിന്റെ അമ്മയോ അച്ഛനോ, ബ്രദറോ സിസ്റ്ററോ, ഹൂവർ ഇറ്റ് ഈസ്, അതൊരു തേർഡ് പേഴ്സൺ ആണ്. അവിടെ ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, ഹസ്ബൻഡും വൈഫും എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലുള്ളവരാണ്. അവിടെ ഒരു മൂന്നാമതൊരാളുടെ ഇൻവോൾവ്മെന്റും കൂടെ വരുമ്പോൾ അത് എത്രത്തോളം ഒരു പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കാണുന്നതിന് വരും അത് വേഴ്സ് ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒപ്പം മദർ ഇൻ ലോയോ ഫാദർ ഇൻ ലോയോ ഉണ്ട്, നമ്മൾ അവരെ ഹേർട്ട് ചെയ്യാതെ നിങ്ങൾ ഒരു ടീമായി ഇതിനെ ഡീൽ ചെയ്യാൻ നോക്കണം. പല വീടുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഇപ്പൊ വൈഫ് എന്തെങ്കിലും ഒരു പ്രോബ്ലവുമായിട്ട് വരുന്നു ഹസ്ബൻഡിന്റെ അടുത്ത്, അപ്പൊ ഹസ്ബൻഡ് എന്ന വൈഫിനെ കുറ്റപ്പെടുത്തിയിട്ട് അമ്മയുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയിട്ട് പറയും വൈഫ്, അല്ലെ. അപ്പൊ എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ സേഫ് ആണ് എന്റെ പേരൻസിന്റെ അടുത്ത്, നീയാണ് കാരണക്കാരി അല്ലെങ്കിൽ ചേട്ടനാണ് കാരണക്കാരൻ. നോ, ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. നിങ്ങളിപ്പോ ഒരു ടീം ആവുമ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ വളരെ അസേർട്ടീവായിട്ട് നിങ്ങൾ ഇതിനെ ഡീൽ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെ. അതെ, ഇവിടെ അസേർട്ടീവായിട്ട് പറയുമ്പോൾ എപ്പോഴും എന്റെ തീരുമാനം അല്ലെങ്കിൽ ഇതാണ് എന്ന് പറയുന്നതിന് പകരം, എന്റെ, ഞാൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്നൊരു വാക്കാണ് നമ്മളവിടെ കൊണ്ടുവരേണ്ടത്. ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിയുള്ള കൺസേൺസ് എത്രയാണെന്ന് ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, അത് ഇതാണ് എന്നുള്ള രീതിയിൽ വളരെ അസേർട്ടീവായിട്ട്, ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കാൻ നമുക്ക് പറ്റണം. പിന്നെ കഴിയുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, കഴിയുന്നതും ഗോസിപ്പ് ചെയ്യാണ്ടിരിക്കുക. അതായത് കുറ്റപ്പെടുത്തുന്നതൊക്കെ ഇത് കേൾക്കാതെ അത് ചെയ്യാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ എന്തെങ്കിലും ഒന്നുണ്ടോ മുമ്പിൽ നിർത്തി പറയാം. അപ്പം അമ്മയ്ക്കാണെങ്കിലും മുമ്പിൽ നിർത്തി സംസാരിക്കാനുള്ള ഒരു ഇത് വരും.
ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദറ്റ് യുവർ എ ടീം. ശ്രീജ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാൻ വരുന്നത് എന്താ വെച്ചാൽ, മാറിയിരുന്ന് ബെഡ്റൂമിൽ ഇരുന്നിട്ട് കേൾക്കാതെ പറയുമ്പോൾ അത് എപ്പോഴും മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും നമ്മളും പറയുന്നത്. അവിടെ ചെന്ന് അടുക്കളയിലൂടെ പറയുമ്പോൾ അമ്മയെ അത് മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും പറയാം. കഴിയുന്നത് ഓപ്പൺ കോൺവെർസേഷൻ ഒരുമിച്ച്. ഐ നോ ഇറ്റ് ഇസ് വെരി ഹാർഡ്, നമ്മുടെ ഒരു സിസ്റ്റത്തിൽ കൾച്ചറിൽ അത് നടക്കില്ല. എന്നാൽ പോലും ചെറുതായിട്ടൊന്ന് ഒരു പക്ഷേ അമ്മയ്ക്ക് അത് ചിലപ്പോൾ അവിടെ ഒഫൻഡഡ് ആകാം. പക്ഷെ നിങ്ങളൊരു ടീമായിട്ട് ഇതിനെ ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയാണ് ഞാനൊരു. ഇവിടെ ഒരു വലിയ കാര്യം എന്താ വെച്ചാൽ, ഇവരുടെ ഒരു അപ്ബ്രിങ്ങിങ് ഒരു വലിയ പ്രശ്നമല്ലേ. ഇൻ ലോസിനെ സംബന്ധിച്ചിടത്തോളം അവര് എന്താണോ ഫോളോ ചെയ്ത് വന്നത് അത് തന്നെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ വന്ന് കയറുന്ന ഒരു കുട്ടി, അത് ബോയ് ഓർ ഗേൾ, അവര് ആ ഒരു രീതിയിലായിരിക്കില്ല വരുന്നത്. ഇപ്പോ ഇവിടെ സബ്മിസീവ് ആയിട്ട് വളരുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്ക് വളരെ ഫ്രീഡം കൊടുത്ത് വളരെ മെച്ചുവർ ആയിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് അവരവരുടെ ഒരു ഇൻഡിപെൻഡൻസിയിൽ വളർന്നു വരുന്ന ഒരാൾ അവിടെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവും. അപ്പം അവിടെ ഒരുമിച്ച് സംസാരിക്കാൻ പറ്റണം. ഇതാണ് എനിക്ക് എൻ്റെ പ്രൈവസി, അവിടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു വേ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പല കേസുകളിലും നമ്മളിവരെ വളരെ ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാൻ പഠിപ്പിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രായം കഴിയുന്ന ഒരാളെ നമ്മൾക്ക് തിരുത്തുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളെ തിരുത്താനാണ് ഒന്നും കൂടെ ഈസി. അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. കാര്യം ഇതുവഴി നമ്മൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. നാളെ നമ്മളുടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാമിലി ലൈഫാണ് എഫക്റ്റഡ് ആവുന്നത് എന്ന് മനസ്സിലാക്കുക.